മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യയ്ക്കാണ് കുത്തേറ്റത്. ഓണാഘോഷ പരിപാടിക്കിടെയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കോളേജിന് പുറത്തുള്ള സംഘം താമസ സ്ഥലത്ത് കയറി ആക്രമിച്ചെന്നാണ് പരാതി. ആദിത്യയുടെ സുഹൃത്ത് സാബിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, ഓണാഘോഷം അതിൻ്റെ ഒരു കത്തിക്കുത്തതമങ്ങും ബംഗളൂരുവിൽ, എന്താണ് വിവരം? എന്തിനായിരുന്നു ഈ കത്തിക്കുത്ത്? സുഹൈൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ കോളേജിനുള്ളിലെ വിദ്യാർത്ഥികളും പുറത്ത് പ്രത്യേകമായി ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളും പുറത്ത് കൃത്യമായ പിടിപാടുകളുള്ള അവിടെയുള്ള വിദ്യാർത്ഥികളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ പുറത്തു നിന്നുള്ളവർ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ബംഗളൂരുവിൽ നടന്നത്. സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആദിത്യ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ആദിത്യ അവരുടെ കോളേജിൽ ഇന്നലെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിനൊടുവിൽ ഇത്തരത്തിൽ ചില വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതിന് പിന്നാലെയാണ് ഇവർ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ആദിത്യയും സുഹൃത്തായിട്ടുള്ള സാബിത്തും ഹോസ്റ്റലിൽ പോകുന്നു. പിന്നാലെ ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ സ്കെച്ച് ചെയ്ത് ഇവർക്കെതിരെ ഒരു സംഘം വരികയും പിന്നീട് ഇവർ ഹോസ്റ്റലിൽ തിരിച്ചു കയറുമ്പോൾ കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് ഇവരെ ഉപദ്രവിക്കുകയുമായിരുന്നു. ഇതിൽ കുത്തേറ്റിരിക്കുന്നത് ആദിത്യക്കാണ്. ഒപ്പം തന്നെ സാബിത്തിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ മർദ്ദനത്തിൽ തലയ്ക്കൊക്കെ സാബിത്തിന് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷിക്കുമ്പോൾ സോളദേവനഹള്ളി പോലീസ് 4 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ 2 പേരും ചികിത്സയിലാണ്. ഇതിൽ പലരും ഈ നാട്ടുകാർ തന്നെയാണ്, ഈ പലർക്കും അറിയാവുന്ന ഈ തൊട്ടടുത്തുള്ള ഒരു സംഘം തന്നെയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള തങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിൽ ഇടപെടുകയും അതിന്റെ പക വെച്ചുകൊണ്ട് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ കണക്ക് ചോദിക്കാനായി ഇത്തരത്തിൽ ഹോസ്റ്റലിലേക്ക് കയറുകയും അവിടെ വെച്ച് ഇവരെ കുത്തുകയും മർദ്ദിക്കുകയും ഒക്കെയാണ് ചെയ്തത്. എന്തായാലും നിലവിൽ ഇവർക്കായി അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. സുഹൈൽ, റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.